ഹായ് കൂട്ടുകാരെ, ഇത് നമ്മൾ ചെന്നൈയിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ട്ടാ. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തലവറ കാണാൻ ചെന്നൈയിലേക്ക് പോണത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ട്ടാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ, ഇത് നമ്മുടെ കാറ്റാടി യന്ത്രമാണ്. ഇപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ്, നല്ലൊരു കാഴ്ചയായിരുന്നു ട്ടാ അത്. അപ്പോൾ ഇത് നമ്മുടെ ചെന്നൈയിലത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയിൽ കാണുന്നതാണ് ട്ടാ. ഇമ്മാതിരി പാലവും അതിൻ്റെ അടിയിൽ കൂടെ പോണ ട്രെയിനും എൻ്റെ അമ്മേ നല്ലൊരു ഞെട്ടിക്കൽ കാഴ്ചയായിരുന്നു. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമിലാണ് ചെന്നൈയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടേയിരുന്നു. കട്ട് ചെയ്യാനേ തോന്നിയില്ല. അമ്മാതിരി വീഡിയോസൊക്കെ, അതായത് നമ്മൾ കാണാത്തൊരു ലോകം എന്നൊക്കെ പറയില്ലേ, കാണാത്തൊരു ലോകം കണ്ട പോലെ, അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടാ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ ചെന്നൈയിലത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ പോണ വണ്ടി കണ്ടില്ലേ, നമ്മുടെ ഓട്ടോ വണ്ടികളാണ് പോണത്. അപ്പോൾ ഓട്ടോ ചേട്ടന്മാരോടൊക്കെ നമ്മൾ നന്നായിട്ട് ചോദിച്ചിട്ടാണ് അവിടെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് ഇതാണ് നമ്മുടെ മെറീന ബീച്ച്. മെറീന ബീച്ച് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദാസൻ്റെയും വിജയൻ്റെയും നമ്മുടെ ശ്രീനേട്ടനും നമ്മുടെ ലാലേട്ടനും വന്നിറങ്ങിയ അതേ ബീച്ച് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ മെറീന ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. മോർണിംഗിലായതുകൊണ്ട് എല്ലാവരും നല്ല വർക്കൗട്ടും കാര്യങ്ങളാണ്. വാക്കിങ്ങിന് പോണവരും ജോഗിങ്ങിന് പോണവരും എല്ലാവരും ഉണ്ടായിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് കടകളൊക്കെ ഓപ്പണായിട്ട് വരുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ചായ കുടിക്കാൻ തോന്നിയിട്ട് ഇപ്പം ഞാൻ ബീച്ചിൽ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഒരു ചായ കൊണ്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പയ്യൻ്റെ കയ്യിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് നടന്നത്. ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഈ ഒരു മത്സ്യത്തിനാണ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനൊന്ന് സൂം ചെയ്തെടുത്ത് അപ്പോഴാണ് കണ്ടത്, ഇവിടെ കുട്ടികളെല്ലാം കളിക്കാൻ വന്നിട്ട് സാധനങ്ങളെല്ലാം ഇവിടെയും അവിടെയൊക്കെ ഇട്ട് കടലിൽ വരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ ചോദിക്കാനായിട്ട് ആരും ഉണ്ടായില്ല. പക്ഷെ എനിക്കൊരു കാഴ്ചപ്പാടിൽ തോന്നിയതാണ്, അതൊരു മത്സ്യത്തിൻ്റെ പോലെ വേസ്റ്റൊന്നും ആക്കാണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കടകളിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ, കൊച്ചു പിള്ളേരെ കളിപ്പാട്ടങ്ങളൊക്കെ അതുമാതിരി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, കാഴ്ച നല്ലൊരു രസകരമായിരുന്നു. കുട്ടികളുടെ സാധനങ്ങളും എല്ലാവരുടെ സാധനങ്ങളും വേസ്റ്റായിരുന്നു കൂടുതൽ. ആ വേസ്റ്റുള്ള സാധനങ്ങളാണ് ഇത്. അപ്പം ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കുകയാണ്, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നുവെച്ചാൽ ചോദിക്കാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ല. എന്നാലും എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പിന്നെ വിശാലമായി കിടക്കുകയാണ് നമ്മുടെ കടലും പിന്നെ നമ്മുടെ കരയും. അങ്ങനെ ഞാനിത് പതുക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ആരെയും കാണാനൊന്നുമില്ല, അധികം തിരക്കൊന്നുമില്ല മോർണിംഗിലായതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പതിയെ നടന്ന് ഇവിടെ കണ്ട ആനയുടെ ഒരു കുറേ ആനകളുടെ സ്റ്റാച്ചു, അത് ചൂരലുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇതൊന്ന് ചോദിച്ചാൽ നമുക്ക് ആരുമില്ല. നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു എക്സ്പീരിയൻസിലാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരായതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇത് ചൂരലുകൊണ്ടാണ് സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിമനോഹരമായിരുന്നു കാഴ്ചയായിരുന്നു. നമ്മൾ രാത്രിയിലത് ഒരു മിന്നാമിനിങ്ങി വട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പേടിക്കും. കാട്ടാനകളെ പോലെയാണ്, നിറയെ ആനകളായിരുന്നു. കുട്ടിയാന മുതൽ വലിയ ആന വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമുണ്ട്. കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, നമുക്കിവിടെ ജസ്റ്റ് നിന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷെ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ശരിക്കും നമ്മുടെ കാട്ടിലൂടെ കൂട്ടമായിട്ട് ആന പോവില്ല, അതേപോലെ തന്നെയാണ്. എന്തൊരു ഭംഗിയാണ്. അപ്പോൾ പിന്നെ വേസ്റ്റുകളൊന്നും അവിടെ ഇടാൻ പാടില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഒരു വേസ്റ്റ് പോലും അവിടെ ഇട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് ഡാൻസൊക്കെ കളിച്ച് ചുമ്മാ ഇനിയിപ്പോൾ എന്താ കടപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.